നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വീണ വിനോദ്. പ്രധാന വാർത്തകൾ. കൈനകരി മുണ്ടക്കൽ പാലത്തിന് പണം അനുവദിച്ചപ്പോൾ പിതൃത്വം ഏറ്റെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് തോമസ് ചാണ്ടി MLA. ചെറുതനക്കരക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ചെറുതനക്കാവ് പാലത്തിന് തറക്കല്ലിട്ടു. കുട്ടനാട് പാക്കേജ് ഗൂഢതാൽപര്യത്തോടെ UDF സർക്കാർ അട്ടിമറിച്ചെന്ന് LDF. വാർത്തകൾ വിശദമായി. വികസന സമിതിയുടെ പേരിൽ കൈനകരി കടവിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചാൽ സെക്രട്ടേറിയറ്റിലെ ഫയൽ നീങ്ങുകയില്ലെന്ന് തോമസ് ചാണ്ടി MLA. കൈനകരി വികസന സമിതി എന്നും പറഞ്ഞ് കൈനകരി കടവിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചാൽ സെക്രട്ടേറിയറ്റിലെ ഫയൽ നീങ്ങുമോ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ ഗോഗ്വ വിളിച്ചും മുദ്രാവാക്യം വിളിച്ചൊന്നും ദേശത്ത് കൊടിയും പിടിച്ച് നടന്നാൽ സെക്രട്ടേറിയറ്റിലെ ഫയൽ അനങ്ങത്തില്ല. ഞങ്ങൾ അതിനാവശ്യമായ സംവിധാനങ്ങളോടുകൂടി, ആവശ്യമായ സ്റ്റാഫ് സംവിധാനങ്ങളോടുകൂടി വർഷങ്ങളായി ഇതിനൊക്കെ പണിയെടുക്കുന്നു. കൈനകരി മുണ്ടക്കൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്നും മുണ്ടക്കൽ പാലം എന്ന ആശയം ആദ്യം കൊണ്ടുവന്നതും ഫണ്ട് അനുവദിച്ചതും G. സുധാകരൻ MLAയും തുടർന്ന് സോയിൽ ടെസ്റ്റിന് പണം അനുവദിച്ചത് താനാണെന്നും പിന്നീട് പല പ്രാവശ്യം ധനമന്ത്രിയുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും കയറിയിറങ്ങിയാണ് ഇപ്പോൾ തുക അനുവദിപ്പിച്ചതെന്നും അല്ലാതെ കൊടിക്കുന്നിൽ സുരേഷ് ഫോൺ ചെയ്താൽ ഫണ്ട് അനുവദിക്കില്ലെന്നും MLA പറഞ്ഞു. കൂടാതെ പാലത്തിന്റെ അവകാശം ഏറ്റുപറയുന്ന വികസന സമിതിയും MPയും എത്ര പ്രാവശ്യം പാലത്തിന്റെ ആവശ്യവുമായി സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും അതല്ലാതെ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന രേഖകളുമായി പത്രം ഓഫീസിലേക്ക് ഓടുകയല്ല വേണ്ടതെന്നും തോമസ് ചാണ്ടി MLA പറഞ്ഞു. വികസന സമിതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ എത്ര പ്രാവശ്യം സെക്രട്ടേറിയറ്റിൽ പോയി ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്? ഇവർ എഴുതി കൊടുത്ത ഏതെങ്കിലും പേപ്പറുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് എടുത്തു തരാമോ? ഇവർക്ക് എഴുതി കൊടുക്കാൻ അങ്ങനെ ഒരു വകുപ്പില്ലെങ്കിൽ വികസന സമിതി എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്താന്നും അവിടെ ആരും വാങ്ങിക്കത്തില്ല. MLAയുടെ സ്റ്റാഫും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നടന്ന് അനുഭവിപ്പിക്കുന്നത് എഴുതി ചോദിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെ എഴുതി ചോദിക്കുക, എന്നിട്ട് ഇതും കൊണ്ട് ഓടുക. ഈ കൊടുക്കുന്ന സുരേഷിന്റെ പണി ഇത് തന്നെ. പുള്ളി അവിടെ പാർലമെന്റ് എഴുതി ചോദിക്കും കുട്ടനാട്ടിൽ എന്തൊക്കെ വികസനങ്ങൾ വരുന്നുണ്ടെന്ന്. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പുള്ളി അത് പ്രഖ്യാപിക്കും. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് വികസന സമിതിയൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇവരാരും വിചാരിച്ചാൽ ഈ നാട്ടിലൊന്നും ചെയ്യാനൊക്കത്തില്ല. സെക്രട്ടേറിയറ്റിലെ ഒരു ഫയൽ പോലും നീങ്ങത്തില്ല. നീങ്ങണമെങ്കിൽ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി നടന്ന് ഉദ്യോഗസ്ഥന്മാരെ പ്രസ് ചെയ്ത് MLAയുടെ ഗവർണിംഗ് ലെറ്ററുമായിട്ടൊക്കെ ചെന്നാലേ ഈ ഫയലുകൾ മൂവ് ചെയ്യത്തുള്ളൂ. ഹരിപ്പാട് ചെറുതനക്കടവ് പാലം യാഥാർത്ഥ്യമാവുന്നു. കരക്കാരുടെ സ്വപ്നമായ പാലത്തിന് തറക്കല്ലിട്ടു. ചെറുതനക്കടവ് പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. ചില ആളുകൾ വരുമ്പോൾ ഒരു നാടിന്റെ ചരിത്രം തന്നെ മാറും എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വന്നപ്പോൾ ഈ നാടിന്റെ ചരിത്രം തന്നെ മാറിയിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF മന്ത്രിമാർ കള്ളപ്രചരണം നടത്തുകയാണെന്ന് LDF ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. LDF നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ അണിനിരത്തി ഈ മാസം 28-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള സമരത്തിന് രൂപം കൊടുക്കണം എന്ന് LDF തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 28-ാം തീയതി നമ്മുടെ കളക്ടറേറ്റിലേക്ക് അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ 28-ാം തീയതി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ കാര്യത്തിൽ ആലപ്പുഴ നമ്മുടെ ജില്ലയിലെ ജനപ്രതിനിധികളും ഒപ്പം തന്നെ ബഹുജനങ്ങളെയും അണിനിർത്തിക്കൊണ്ടാണ് ഈ മാർച്ചും ധർണയും തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിക്കും. ഈ ധർണ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുന്നത് LDFന്റെ സംസ്ഥാന കൺവീനർ വൈക്കം വിശ്വനാണ്. ഒപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ G. സുധാകരൻ, TM തോമസ് ഐസക്, P. തിലോത്തമൻ ഉൾപ്പെടെയുള്ള തോമസ് ചാണ്ടി ഉൾപ്പെടെയുള്ള
LDF MLA-മാർ അണിനിരക്കും. ആലപ്പുഴ ജില്ലയിൽ 2 കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരും 2 കേന്ദ്ര സഹമന്ത്രിമാരുമുണ്ടെങ്കിലും ക്രിയാത്മകമായ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ 30 മാസം കൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് പൂർത്തിയാക്കുമെന്നാണ് UDF പറയുന്നത്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. കുട്ടനാട് പാക്കേജ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ലഭ്യമാക്കൽ തുടങ്ങിയവയെല്ലാം ഗൂഢതാൽപര്യത്തോടെ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ്. രാവിലെ 10-ന് EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ D. രാജശേഖരൻ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി P. ജ്യോതിസ് തുടങ്ങിയവർ പങ്കെടുത്തു. 5 ലക്ഷം രൂപ വരെ പദ്ധതി ചെലവുള്ള ചെറുകിട ഗ്രാമ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യമുള്ളവർ അതാത് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസുമായി ബന്ധപ്പെടണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഫെബ്രുവരി 14-ന് കോട്ടയം PWD റെസ്റ്റ് ഹൌസിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 6-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മാർച്ചിനോടനുബന്ധിച്ച് നടത്തുന്ന സമരപ്രചാരണ ജാഥയ്ക്ക് മങ്കൊമ്പിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ജാഥ വൈസ് ക്യാപ്റ്റൻ M. ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. വക്കീൽ ഗുമസ്തം മേടിച്ചാൽ കൊടുക്കുമ്പോൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി മേടിച്ചാൽ കൊടുക്കുമ്പോൾ, മത്സ്യമേഖലയിലെ തൊഴിലാളി മേടിച്ചാൽ കൊടുക്കുമ്പോൾ 86-ൽ നമുക്ക് 10,000, ഇന്നും നമുക്ക് 10,000. ജാഥ ക്യാപ്റ്റൻ M. ബാബു, കുട്ടനാട് താലൂക്ക് പ്രസിഡന്റ് സുരേഷ് കുമാർ, KR ശശി എന്നിവർ സംസാരിച്ചു. പുളിങ്കുന്ന്, രാമങ്കരി, എടത്വ, ചമ്പക്കുളം തുടങ്ങി കുട്ടനാട് താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. 1986-ൽ അനുവദിച്ച ക്ഷേമ പദ്ധതി ഉടൻ നടപ്പാക്കുക, ആരോഗ്യ ഇൻഷുറൻസും സർക്കാർ ജോലിയും ഉറപ്പുവരുത്തുക, സാമൂഹ്യ സമത്വം സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം R. നടരാജൻ ഫെബ്രുവരി 7, 12, 20 തീയതികളിൽ ജില്ലയിൽ സിറ്റിംഗ് നടത്തും. 7-നും 20-നും ആലപ്പുഴ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലും 12-ന് മാവേലിക്കര PWD റെസ്റ്റ് ഹൌസിലുമാണ് സിറ്റിംഗ്. മഹാന്മാരുടെ ജീവിതവും കാഴ്ചപ്പാടുകളും വാക്കുകളിൽ തുളുമ്പുന്ന സത്യസന്ധതയും ജീവിതത്തിൽ മാതൃകയാക്കാൻ ശ്രമിക്കണമെന്ന് സ്പീക്കർ G. കാർത്തികേയൻ. അവരുടെ സ്വഭാവങ്ങളെ കണ്ടോടും നാം അവരെ തിരിച്ചറിയും. അവരുടെ ജീവിതവും കാഴ്ചപ്പാടുകളും അവരുടെ വാക്കുകൾ ജീവിതത്തോടുള്ള സത്യസന്ധത അങ്ങനെ കൂടിയുണ്ട്. ഇപ്പൊ മഹാത്മാഗാന്ധി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം പുരോഗമനമായി എന്റെ ജീവിതത്തിൽ തുറന്ന പുസ്തകമാണെന്ന് സമീപകാലത്ത് ചില ആളുകൾ വസ്തുക്കില്ല. ആ തുറന്ന പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ ഏതായാലും സുഖത്തോടെ നമുക്കില്ലാതെ പറയും. അപ്പോൾ പറയുന്നതിനുള്ള സത്യസന്ധതയും അത് പറയാനുള്ള കഴിവിലേക്കും എത്ര ഉണ്ടോ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെക്കുറിച്ച് ടോണി ചിറ്റിലപ്പള്ളി രചിച്ച സൗമ്യം ശാന്തം ആലഞ്ചേരി പിതാവിനൊപ്പം ഒരു ചെറുസഞ്ചാരം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി എന്റെ ജീവിതം എന്റെ സന്ദേശം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ചിലർ പറയുന്നത് എന്റെ ജീവിതം തുറന്ന പുസ്തകമാണെന്നാണ്. എന്നാൽ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു സുഗന്ധവുമില്ല എന്ന് മനസ്സിലാക്കുമെന്നും എന്നാൽ പറയുന്നതിലുള്ള സത്യസന്ധതയും ഇച്ഛാശക്തിയുമാണ് ഒരുവനെ മഹാനാക്കുന്നതെന്നും G. കാർത്തികേയൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി SB കോളേജ് പടിയറ ഹാളിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗകത്തിൽ അധ്യക്ഷത വഹിച്ചു. CF തോമസ് MLA, മുൻ ചീഫ് സെക്രട്ടറി D. ബാബു പോൾ, VJ ലാലി, ഫാദർ അലക്സ് കിഴക്കേപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മനഃശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള മനുഷ്യാവകാശ സഹായ സമിതി സൌജന്യ ഹിപ്നോട്ടിസം കോഴ്സും വ്യക്തിത്വ വികസന ക്ലാസും സംഘടിപ്പിക്കുന്നു. ആലപ്പുഴയിലെ 4 കേന്ദ്രങ്ങളിൽ ഞായറാഴ്ചകളിൽ മാത്രം ക്ലാസ്. താൽപര്യമുള്ളവർ PP സുമനൻ, സെക്രട്ടറി, മനുഷ്യാവകാശ സഹായ സമിതി, കളർകോട്, ആലപ്പുഴ എന്ന വിലാസത്തിലോ 9495523597 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. കേരള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. നഗര ചത്തുരത്തിൽ നടന്ന സമ്മേളനം മുൻ ജലവിഭവ മന്ത്രി MK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ സംസ്ഥാനത്തിന്റെ ധനകാര്യ ബഡ്ജറ്റിൽ വിശദമായി പ്രതിപാദിക്കുമ്പോൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ഗൌരവതരമായ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്ന വിലക്കയറ്റം, ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതിനെ സംബന്ധിച്ചുള്ള കേവല പരാമർശം പോലും 2.5 മണിക്കൂർ നീണ്ടുനിന്ന ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് പല മാധ്യമങ്ങളും ഉയർത്തിക്കാണിക്കുന്നത് പോലെ എങ്ങനെ ഒരു ജനപ്രിയ ബഡ്ജറ്റായി ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും? ഇതല്ലേ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം സർക്കാർ ജീവനക്കാർക്കാണെങ്കിലും
അസംഘടിത മേഖലയിലും സംഘടിത മേഖലയിലും പ്രവൃത്തിയെടുക്കുന്ന സമസ്ത വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിലക്കയറ്റവും നാണയപ്പെരുപ്പവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ, പൊതുവിപണിയുടെ ഇടപെടലിലൂടെ വില നിലവാരം നിയന്ത്രിക്കുമെന്നുള്ളൊരു പരാമർശം പോലും 2.5 മണിക്കൂർ നീണ്ടുനിന്ന ബഡ്ജറ്റ് പ്രസംഗത്തിലില്ല എന്ന് പറഞ്ഞാൽ എന്ത് ജനപക്ഷ നിലപാടാണ് ഈ ബഡ്ജറ്റിലുള്ളത്? വിലക്കയറ്റം തടയാനുള്ള യാതൊരു നടപടിയും ധനമന്ത്രി KM മാണിയുടെ ബജറ്റ് പ്രസംഗത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനക്ഷേമ ബജറ്റ് അല്ലെന്നും MK പ്രേമചന്ദ്രൻ പറഞ്ഞു. സമ്മേളനത്തിൽ P. തിലോത്തമൻ MLA അധ്യക്ഷത വഹിച്ചു. R. സുഭലാൽ, MK ബെന്നി, KS മധു, V. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അഭിഭാഷകനായിരുന്ന J. ജയകൃഷ്ണന്റെ 2ാം അനുസ്മരണ ദിനം ആചരിച്ചു. രാമങ്കരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അഭിഭാഷകനായിരുന്നു. രാമങ്കരി കോടതി ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ME അലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സ്റ്റാഫ് പറഞ്ഞതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് അദ്ദേഹം ഈ രാമങ്കരി ബാറിലെ എന്തുകൊണ്ടും തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ജസ്റ്റിസ് വസന്ത സാർ പറയുന്നത് അരുവതി ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രഥമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 4 ചക്രങ്ങളിൽ ഒരു ചക്രമാണ് അഭിഭാഷകർ. അതുപോലെ തന്നെ കോടതി ജീവനക്കാരും വക്കീൽ ഗുമസ്തമാരെല്ലാം ചേർന്ന ആ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ഏറ്റവും തിളങ്ങേണ്ട വ്യക്തി എന്നുള്ളത്, ഏറ്റവും ഒരു രഥത്തിൻ്റെ 4 വീലുകളാണെങ്കിൽ തന്നെയെങ്കിലും ഏറ്റവും വലിയ വീലായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു വരുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ അഭിഭാഷകരാണ്. ആ അഭിഭാഷകരുടെ വ്യക്തിത്വമാണ് ഒരു കോടതിയെ, ഏത് ഏരിയയിലുള്ള കോടതിയെയും മറ്റുള്ള ഇതര കോടതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതിന് പ്രാപ്തനായ ഒരാളായിരുന്നു ശ്രീ ജയകൃഷ്ണൻ എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഇവിടെ പറഞ്ഞ പലരും പറഞ്ഞത് നിറഞ്ഞ വായനാശീലമുള്ള ഒരാളായിരുന്നു. അഡ്വക്കേറ്റ് PP മധുസൂദനൻ, അഡ്വക്കേറ്റ് KR ശ്രീകുമാർ, അഡ്വക്കേറ്റ് PK മധുസൂദനൻ, അഡ്വക്കേറ്റ് MM അപ്പച്ചൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പത്രപ്രവർത്തക പെൻഷൻ 8000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി KM മാണി ബജറ്റിൽ പ്രഖ്യാപിച്ചു. 1000 രൂപ വീതമാണ് വർധന. ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് കെട്ടിടം നിർമ്മിക്കാൻ 25 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ.
വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളം പരിപാടിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ച പരാതികളുടെ തുടർ നടപടി അവലോകനം ചെയ്യുന്നതിന് ജനുവരി 29 പകൽ 3:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരും. യോഗത്തിൽ എല്ലാ ജില്ലാ മേഖലാതല ഉദ്യോഗസ്ഥരും നേരിട്ട് പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ എൻ പത്മകുമാർ അറിയിച്ചു. കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് സ്വകാര്യ വാണിജ്യ വ്യവസായ സംരംഭകരുടെ സഹകരണത്തോടെ ഫെബ്രുവരി 1 ചെങ്ങന്നൂരിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. സ്വകാര്യ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ മേളയിൽ സൗകര്യമുണ്ടാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെർച്ചന്റ് അസോസിയേഷൻ പായിപ്പാട് യൂണിറ്റിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും വെള്ളിയാഴ്ച നടന്നു. പായിപ്പാട് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാടപ്പള്ളി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനു ജോബ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പായിപ്പാട് പ്രസിഡന്റ് അലക്സ് പുതിവേലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ടി.ഡി. ജോസഫും കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. രാജേന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ നിസാർ കൊച്ചുറമ്പിൽ, നാസറസ് മുഹമ്മദ്, ഷമീർ, രാജൻ തോപ്പിൽ, ഇ.സി. ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കുന്ന വീഡിയോ സ്ട്രിംഗർമാരുടെ പാനലിൽ ഉൾപ്പെടാൻ ജനുവരി 30 വരെ അപേക്ഷിക്കാം. കോഴിക്കോട് ഒഴികെയുള്ള ജില്ലകളിലേക്കാണ് പാനൽ തയ്യാറാക്കുന്നത്. നിർദ്ദിഷ്ട മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷ ജനുവരി 30 മുമ്പ് ഡയറക്ടർ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, സൌത്ത് ബ്ലോക്ക്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം. കെ.ആർ. ഗൌരിയമ്മയെ യു.ഡി.എഫിൽ ആരും പിടിച്ചു നിർത്തിയിട്ടില്ലെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് എം.എം. ഹസൻ. ഗൌരിയമ്മയ്ക്ക് പോകണമെങ്കിൽ പോകാം, ഇവർക്കുള്ളത്ര അഹങ്കാരം യു.ഡി.എഫ് മന്ത്രിമാർക്കില്ലെന്നും എം.എം. ഹസൻ പറഞ്ഞു. ആലപ്പുഴ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നതല്ലോ, അവർ നിൽക്കുന്നതല്ലേ. അങ്ങനെയൊന്നും ഞങ്ങളുടെ മുന്നണിയുടെ ഒരു പ്രത്യേകത അതാ, ആരെയും ഞങ്ങൾ ഇറക്കി വിടുകയില്ല, ഇറങ്ങി പോണമെന്ന് പറയില്ല. അങ്ങനെ അഹങ്കാരം നോക്കിയല്ലല്ലോ എടുക്കുന്നത്, രാഷ്ട്രീയ നിലപാട് നോക്കിയല്ലേ എടുക്കുന്നത്. അഹങ്കാരമൊക്കെ ഒരു സ്വഭാവമല്ലേ, രാഷ്ട്രീയമല്ലല്ലോ. അവർക്ക് പോകണമെങ്കിൽ പോകാം, ഞങ്ങളാരും ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല. മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് താൽക്കാലിക പാലവും തടയണയും നിർമ്മിച്ച വകയിൽ സർക്കാരിൽ നിന്നും മാർത്തോമാ സുവിശേഷ സംഘത്തിന് നൽകാനുള്ള കഴിഞ്ഞ വർഷത്തെ ധനസഹായം ഉടൻ നൽകുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ് പറഞ്ഞു. 119ാമത് മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ചുള്ള സർക്കാർ തല ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴഞ്ചേരി പമ്പ് ഹൌസിലെ ജലവിധാനം ഉയർത്തുന്നതിന് തടയണ ബലപ്പെടുത്തും. മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് എ.ഡി.എമ്മിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ്, പോലീസ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. കൺവെൻഷൻ നഗറിലേക്കുള്ള പാതകളിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കും. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നഗറിലെ പൊടി പ്രശ്നം പരിഹരിക്കുന്നതിനായി വെള്ളം തളിക്കുന്നതിന് അഗ്നിശമന സേനയ്ക്ക് ഉത്തരവ് നൽകാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ജലസേചന മന്ത്രി പി.ജെ. ജോസഫ് നിർദ്ദേശം നൽകി. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തുമായി ബന്ധപ്പെട്ട സർക്കാർ തല ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിഷത്ത് നഗറിലേക്കുള്ള റോഡരികിൽ കരിങ്കൽക്കെട്ട് നിർമ്മിക്കുന്നതിന് മേജർ ഇറിഗേഷൻ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ മൊബൈൽ സാനിറ്ററി വാഗൺ പരിഷത്ത് നഗറിൽ എത്തിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കു വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് എം.എൻ. കൃഷ്ണൻ ഫെബ്രുവരി 3 മുതൽ 7 വരെ തിരുവനന്തപുരം കാര്യാലയത്തിൽ സിറ്റിംഗ് നടത്തും. 5-ന് പത്തനംതിട്ട ജില്ലയിലെ കേസുകൾ പരിഗണിക്കും. പൊതുജനങ്ങൾക്ക് പരാതികൾ നേരിട്ട് സമർപ്പിക്കാം. ചരമവാർത്തകൾ. കാവാലം 10 സരസ്വതി നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കൈനകരി മുണ്ടക്കൽ പാലത്തിന് പണം അനുവദിച്ചപ്പോൾ പിതൃത്വം ഏറ്റെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് തോമസ് ചാണ്ടി എം.എൽ.എ. ചെറുതനക്കരക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ചെറുതനക്കാവ് പാലത്തിന് തറക്കല്ലിട്ടു. കുട്ടനാട്
പാക്കേജ് ഗൂഢതാൽപര്യത്തോടെ UDF സർക്കാർ അട്ടിമറിച്ചെന്ന് LDF. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.